എടാ എത്ര കാലം നീ ആ ലോണൊന്നും അടയ്ക്കടാ. എനിക്ക് ഇന്നും ഒന്ന് നോട്ടീസ്. നീ 1 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുന്ന എനിക്ക് ഈ വീട് പണി തീർക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് ജാമ്യം നിന്ന്. ഓ അതാണോ? എടാ എനിക്കെന്റെ വീട് പണിയുണ്ട്, എന്റെ പെങ്ങളെ കല്യാണമുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ലെന്നേ. അല്ല നിന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു ഞാൻ എന്റെ കയ്യിൽ പൈസ അടുക്കി വെച്ചിട്ട് അടയ്ക്കാത്തതാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഉണ്ടാവും അടയ്ക്കും. പിന്നെ നീ എന്തിനാ ഈ കാര്യം പറഞ്ഞ എന്റെ ഭാര്യനെയും അമ്മേനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ നിൽക്കുന്നത്? എന്നോട് പറഞ്ഞാൽ പോരെ. എടാ ഞാൻ വിളിച്ച നീ ഫോൺ എടുക്കുവോ? എന്റെ മെസ്സേജ് നീ റിപ്ലൈ തരുമോ? നിന്നെ കാണുന്ന എത്ര തവണ നീ വീട്ടിൽ കയറി ഇറങ്ങി? എടാ നിനക്കിപ്പോ നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, നീ ഇപ്പൊ പുതിയ കാറ് വരെ എടുത്ത്. നിന്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, ഇത് പാകം 2 ലക്ഷം രൂപയേ ഉള്ളൂ. അതൊന്ന് അടക്കി. ഓഹോ 2 ലക്ഷം രൂപയുള്ളോ? എന്നാ നീ അടക്കി. ഞാനോ? നിനക്കല്ലേ തിരക്ക്, അപ്പൊ നീ അടക്കി. എന്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ ഞാൻ തിരിച്ചു തരാം. എടാ നന്ദിയേട്ട വർത്താനം പറയരുത്. നിനക്കൊരാവശ്യം വന്നപ്പോൾ നിനക്ക് ഈ വീട് പണി നിന്ന് പോകും, നിനക്ക് കുറച്ച് പൈസയുടെ കൂടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ജാമ്യം നിൽക്കാനുണ്ടായിട്ടില്ല, ഞാനേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നിനക്കൊരാവശ്യം വന്നപ്പോൾ നിന്ന് എന്നെ, എനിക്കൊരാവശ്യം വരുമ്പോ നീ പറഞ്ഞ കാര്യം. എടാ എന്നോട് എല്ലാരും പറഞ്ഞ കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി ഇങ്ങനെ ഓടാൻ നിൽക്കരുത്, അവസാനം എനിക്കൊരാവശ്യം വരുമ്പോ ഒരു നാറിയും കൂടെ ഉണ്ടാവില്ല. ഞാൻ കേട്ടില്ല, പക്ഷെ ഇപ്പൊ പഠിച്ചു. നന്ദിയിട്ട കളി കളിക്കരുത് കേട്ടോ. എന്റെ കാര്യം ഞാൻ എന്താണെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. നന്ദിയുണ്ട്.